നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും രണ്ട് ആദിവാസി കുട്ടികളെ കാണാനില്ല എന്ന വാർത്തയും ശേഷം ഇരുവരും മരണപ്പെട്ടു എന്ന വാർത്തയും നമ്മൾ കണ്ടതാണ്. എന്നാൽ കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തെളിഞ്ഞു വരുന്നത് അടിമുടി ദുരൂഹതകളാണ്. ശാസ്താംപൂവം ആദിവാസി കോളനിയിലെ രണ്ട് കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് വനത്തിൽ നിന്നും 1 കിലോമീറ്റർ ഉള്ളിലായിരുന്നു. ഇരുവരും മരിച്ചത് ഒരേ ദിവസമെന്നും വ്യക്തമാക്കി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വന്നു. കുട്ടികളെ കാണാനില്ല എന്നറിഞ്ഞ് കോളനി നിവാസികൾ തിരച്ചിൽ നടത്തിയപ്പോഴും അപകടത്തിൽ പെട്ടുകിടക്കുന്നത് കണ്ടില്ല. ഇതും സംശയമുണ്ടാക്കുന്ന ഒരു കാരണം തന്നെയാണ്. 8 വയസ്സുകാരനായ അരുൺകുമാറിന്റെ മൃതദേഹത്തിന് 5 ദിവസത്തെ പഴക്കം ഉണ്ടെന്നാണ് കണ്ടെത്തൽ. 16 വയസ്സുള്ള സജിൻ കുട്ടന്റെ മൃതദേഹത്തിന് 3 ദിവസത്തെ പഴക്കമാണുള്ളത്. അതേസമയം കുട്ടികളുടെ മൃതദേഹങ്ങളിൽ മൃഗങ്ങൾ ആക്രമിച്ച പാടുകൾ ഒന്നും ഇല്ലാതാനും എന്നതും സംശയം തന്നെ. തേനെടുക്കുവാനായി മരത്തിൽ കയറിയപ്പോൾ വീണതാകാം എന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കുട്ടികൾ തേൻ ശേഖരിക്കുന്ന സ്ഥലത്ത് മരത്തിന് താഴെയായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. തേൻ ശേഖരിക്കുന്നതിനിടെ ഇരുവരും താഴെ വീണതാകാം എന്നായിരുന്നു പോലീസ് നിഗമനം. ഇത് ശരിവെക്കുന്നതായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളും. എന്നാലും ചില ചോദ്യങ്ങൾ ബാക്കിയാണ്. കോളനിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ഉള്ളിലാണ് കുട്ടികളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടികളെ കാണാനില്ല എന്ന് അറിഞ്ഞത് മുതൽ കോളനി നിവാസികൾ കാട്ടിൽ തെരച്ചിൽ നടത്തിയിരുന്നു. അപ്പോഴൊന്നും കുട്ടികൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നതോ മരണപ്പെട്ടതോ കണ്ടിരുന്നില്ല. ആദിവാസി വിഭാഗത്തിലുള്ളവർ വനവിഭവങ്ങൾ ശേഖരിക്കുന്ന സമയത്താണ് ആദിവാസികൾ മിക്കവാറും കാട്ടിൽ വിഭവങ്ങൾ ശേഖരിക്കാറുമുണ്ട്. ഇവരുടെ ശ്രദ്ധയിലും കുട്ടികൾ പെട്ടില്ല എന്നതും സംശയത്തിനിടയാക്കുന്നുണ്ട്. അപകടം നടന്ന ഉടനെ അരുൺകുമാർ മരിച്ചതായും പരിക്കേറ്റ സജിക്കുട്ടൻ പിന്നീട് മരിച്ചതാകും എന്നുമാണ് കരുതുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും കാണാതായത്. അന്നു തന്നെ അപകടം നടന്നതായിട്ടാണ് പോലീസ് സംശയിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ബന്ധുക്കൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചതും. തുടർന്ന് നടന്ന തിരച്ചിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയതും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഊരിലെത്തിച്ച് സംസ്കരിച്ചു. കേരളത്തിൽ കുട്ടികളെ കാണാതാകലും പിന്നാലെ വരുന്ന മരണവാർത്തയും ഇപ്പോൾ സർവ്വസാധാരണമായി ഒന്നായി മാറിക്കഴിഞ്ഞു. ഓരോ വർഷം കഴിയും തോറും കുട്ടികൾക്കിടയിലെ ആത്മഹത്യയും മാനസിക സംഘർഷങ്ങളും ഗണ്യമായി വർദ്ധിക്കുന്നതായി എത്രയോ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു. ആരോഗ്യ വിദഗ്ധരും സാമൂഹ്യ പ്രവർത്തകരും ചൈൽഡ് ലൈൻ പ്രവർത്തകരും എല്ലാം പലതവണ ആവർത്തിച്ചതാണ് കേരളം തങ്ങളുടെ കുട്ടികളെ കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നത്. ശിശുക്കളുടെയും കുട്ടികളുടെയും പോഷകാഹാരക്കുറവ് മരണങ്ങൾ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. കേരളത്തിലെ ആദിവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, ദളിതർ തുടങ്ങിയ സാമൂഹികമായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിലാണ് പോഷക ആഹാരക്കുറവ് മൂലമുള്ള മരണങ്ങൾ നടക്കുന്നത്. പ്രധാനമായും ശ്വാസമുട്ടൽ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസീസ് തുടങ്ങിയവയാണ് മരണത്തിനുള്ള പ്രധാന കാരണങ്ങൾ. വികസന വളർച്ച കാലതാമസം, ഗർഭാശയ വളർച്ച മാന്ദ്യം എന്നിവയും കാരണങ്ങളായി കാണപ്പെടുന്നു. എന്നാൽ ഈ 2 കുട്ടികളുടെ മരണം പട്ടിണി മൂലമോ പോഷകാഹാരക്കുറവ് മൂലമോ അല്ല എന്നതും വ്യക്തമാണ്. പെട്ടെന്നൊരു ദിവസം കാണാതാവുകയും പിന്നീട് കണ്ടെത്തിയ മൃതദേഹവും എല്ലാം വലിയ സംശയങ്ങളിലേക്ക് വഴിവെക്കുകയാണ്.